വകുപ്പിന്റെ രേഖകളിൽ കെ ബി ഗണേഷ് കുമാറിന് കുരുക്ക്. ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിച്ചത് 18 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ്. 1966 മെയ് 25-നാണ് ഗണേഷ് കുമാർ ജനിച്ചത്. എന്നാൽ മോട്ടോർ വാഹന വകുപ്പിന്റെ രേഖകൾ പ്രകാരം 1984 ഫെബ്രുവരി 13-നാണ് തിരുവനന്തപുരം RTO ഓഫീസിൽ നിന്നും ലൈസൻസ് നൽകിയിട്ടുള്ളത്. ഇതുപ്രകാരം ലൈസൻസ് ടെസ്റ്റിന് ഹാജരാകുമ്പോൾ അദ്ദേഹത്തിന് 17 വയസ്സും 8 മാസവുമാണ് ഉണ്ടായിരുന്നത്. ലൈസൻസിലുള്ള ജനനത്തീയതിയാണ് ഗണേഷ് കുമാർ നിയമസഭാ രേഖകളിലും നൽകിയിട്ടുള്ളത്. 2023 ഡിസംബറിലാണ് ഗണേഷ് കുമാർ രണ്ടാം പിണറായി സർക്കാരിൽ മന്ത്രിയായത്. 2024 നവംബർ 4-ന് ലൈസൻസ് പുതുക്കിയപ്പോൾ സെക്രട്ടേറിയറ്റ് മേൽവിലാസമാണ് നൽകിയിട്ടുള്ളത്. 18 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പേ ഒരു വ്യക്തിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിച്ചതായി കണ്ടെത്തിയാൽ ലൈസൻസ് റദ്ദാക്കണമെന്നാണ് വ്യവസ്ഥ. സംസ്ഥാനത്ത് 15 മിനിറ്റ് അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് തുടങ്ങി. രാത്രികാലങ്ങളിൽ 15 മിനിറ്റ് ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്താൻ വൈദ്യുത ബോർഡ് വാക്കാൽ നിർദ്ദേശം നൽകി. വൈദ്യുത ഉപഭോഗം എക്കാലത്തെയും ഉയർന്ന നിരക്കായ 117 ദശലക്ഷം യൂണിറ്റിന് മുകളിലേക്ക് എത്തിയതോടെയാണ് നടപടി. ഒരാഴ്ച മുമ്പ് തന്നെ മലബാർ മേഖലയിലെ ചില ഭാഗങ്ങളിൽ ലോഡ് ഷെഡിംഗ് തുടങ്ങിയിരുന്നു. ഇതിനു പിന്നാലെ തിരുവിതാംകൂർ, കൊച്ചി മേഖലകളിലും 10-15 മിനിറ്റ് ലോഡ് ഷെഡിംഗ് ആരംഭിച്ചു. എന്നാൽ വൈദ്യുതി പ്രതിസന്ധി നേരിടാൻ ചില നിർദ്ദേശങ്ങളും ക്രമീകരണങ്ങളും ഏർപ്പെടുത്തുകയാണെന്നാണ് KSEB അധികൃതർ പറയുന്നത്. മഹിളാ മോർച്ച നേതാവിനെ മകൻ കഴുത്തറുത്ത് കൊലപ്പെടുത്തി. കണ്ണൂർ കൊളക്കാടാണ് സംഭവം. താന്നിക്കുന്നിലെ മടത്തിൽപ്പറമ്പ് തങ്കച്ചന്റെ ഭാര്യ ഗീതമ്മയാണ് കൊല്ലപ്പെട്ടത്. ഇവരെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം മകൻ ക്രിസ്റ്റി പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. ഇക്കഴിഞ്ഞ രാത്രി 10:30-യോടെയാണ് സംഭവം. മഹിളാ മോർച്ച ജില്ലാ കമ്മിറ്റി അംഗമാണ് കൊല്ലപ്പെട്ട ഗീതമ്മ. ബംഗളൂരുവിൽ BCA വിദ്യാർത്ഥിയായിരുന്ന ക്രിസ്റ്റി പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ച് നാട്ടിലെത്തിയതാണ്. ഇയാൾ ലഹരി മരുന്നിന് അടിമയായിരുന്നു. ആലപ്പുഴയിൽ പാമ്പുകടിയേറ്റ് വീട്ടമ്മ മരിച്ചു. ആലപ്പുഴ കുട്ടനാട് വൈശ്യംഭാഗം പുതുവന വീട്ടിൽ രഘുവിന്റെ ഭാര്യ ഇന്ദിരയാണ് മരിച്ചത്. വീടിനോട് ചേർന്നുള്ള ശുചിമുറിക്ക് മുന്നിൽ വെച്ചാണ് മൂർഖൻ പാമ്പിന്റെ കടിയേറ്റത്. ഉടൻ തന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് ആന്റിവനം നൽകിയെങ്കിലും രക്ഷിക്കാനായില്ല. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. ശക്തന്റെ തട്ടകത്തിൽ ഇന്ന് തൃശൂർ പൂര വിളംബരം. രാവിലെ 8:30-ഓടെ ദേശത്ത് നിന്ന് പുറപ്പെട്ട നെയ്തലക്കാവിലമ്മ 11 മണിയോടെ വടക്കുന്നാഥനിൽ പ്രവേശിക്കും. 11:30-യോടെ തെക്കേ ഗോപുര നട തുറന്ന് പുറത്തേക്കിറങ്ങുന്ന ദേവി ശ്രീമൂലസ്ഥാനത്തിന് സമീപമുള്ള നിലപാട് തറയിലെത്തി വിളംബരം ചെയ്യുന്നതോടെയാണ് ആദ്യ കടകപൂരത്തിന്റെ പുറപ്പാട് ആരംഭിക്കുന്നത്. മുണ്ടത്തിക്കോട് വെടിപ്പുര ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ ആർഭാടരഹിതമാണ് തൃശൂർ പൂരം. വെടിക്കെട്ട് ഒഴിവാക്കി ചടങ്ങുകൾ മാത്രമായി പൂരം പരിമിതപ്പെടുത്തി. 1 മണിക്കൂർ ദൈർഘ്യമുള്ള ആഘോഷപൂർവ്വമായ കുടമാറ്റം 15 മിനിറ്റ് മാത്രമാക്കി ചുരുക്കി.